ചലച്ചിത്ര താരം കൊമേഡിയനായ തെസ്നീഖാൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വളരെ വലിയ സങ്കടത്തിലായിരിക്കും നിങ്ങളൊക്കെ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എങ്കിൽ പോലും കലാഭവൻ നവാസ് വിട പറയുമ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? എന്താന്ന് പറയാൻ പറ്റില്ല. കാരണം പെട്ടെന്നല്ലേ അറിഞ്ഞത്. കഴിഞ്ഞ മാസം കൊച്ചിൻ കലാഭവനിൽ വെച്ചിട്ട് ഒരു മിമിക്രിയുടെ ഓൾ ഇന്ത്യൻ മിമിക്രി വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കലാഭവൻ എല്ലാവരും ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഉണ്ടായിരുന്നു, നവാസ് ഉണ്ടായിരുന്നു, കലാഭവൻ റഹ്മാൻക്ക് ഉണ്ടായിരുന്നു, പിന്നെ IB സാറ്, MLA, ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. അപ്പം അത് വലിയൊരു ഫംഗ്ഷൻ ആയിരുന്നു. മിമിക്രിയുടെ വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ അതൊരു ആദ്യമായിട്ടായിരുന്നു, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് നടത്തുന്നത്. അപ്പൊ ഞങ്ങൾ കുറെ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു, കുറെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് പിരിഞ്ഞത്. പിന്നെ നവാസിന്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മാഴ എന്ന് പറയുന്നൊരു സംഘടന ഉണ്ടല്ലോ ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെ വരുന്ന സമയത്ത് സംസാരിക്കാറുണ്ട്. പിന്നെ പൊതുവെ ഭയങ്കര നല്ല എപ്പോഴും ചിരിച്ച് ഭയങ്കര പ്ലസന്റ് ആയിട്ട് നവാസിനെ കണ്ടിട്ടുള്ളൂ എപ്പോഴും. ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പിന്നെ രഹനയായിട്ട് നന്നായിട്ട് അറിയാവുന്നതാണ്. ഒരു നല്ലൊരു പിന്നെ മിമിക്രി താരങ്ങളിൽ വെച്ച് തന്നെ പറയാം, നല്ലൊരു പേഴ്സൺ ആയിരുന്നു പുള്ളിക്കാരൻ. സമകാലീനരാണ് നിങ്ങൾ. ഒരേ സമയത്ത് ചലച്ചിത്ര മേഖലയിലായാലും മിമിക്രി വേദികളിലായാലും നിരവധി സ്റ്റേജ് ഷോകളിലായാലും ഒരേ സമയത്ത് പങ്കെടുത്ത ആളുകളാണ്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തെ ഒന്നുകൂടെ കൂടുതൽ അറിയുന്ന വ്യക്തികളാണ് നിങ്ങളൊക്കെ. അപ്പോൾ കലാഭവൻ നവാസിനെ ആ രീതിയിൽ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് എന്ന നിലയിലായിരിക്കും നിങ്ങൾക്കൊക്കെ ഫീൽ ചെയ്യുക, അല്ലേ? സുഹൃത്ത് മാത്രമല്ല, ബ്രദർ, സ്വന്തം ബ്രദറെ പോലെയാണ്. സുഹൃത്തിനുപരി വീട്ടിലൊരു ഒരാളെ പോലെ തന്നെയാണ് ഞങ്ങളൊക്കെ. പിന്നെ എപ്പോഴും കാണുമ്പോഴും മിണ്ടുമ്പോഴൊക്കെ സ്വന്തം അനിയൻ എങ്ങനെയാണ് ഒരു ഇത്തയോട് സംസാരിക്കുന്നത്, ആ രീതിയൊക്കെ ആയിരുന്നു അവന്. സുഹൃത്തിലൊന്നും അല്ല അത് അതിലും ഉപരി ബന്ധം വേറെയാണ്. അത്രയും നല്ലൊരു എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് അറിയില്ല ഇത് വിശ്വസിക്കാൻ പോലും ഇപ്പോഴും പറ്റുന്നില്ല. കാരണം അവനൊരു ആരോഗ്യപരമായിട്ടൊരു കുഴപ്പമില്ല. കാണുമ്പോഴൊക്കെ നല്ല പിന്നെ ഫുഡിന്റെ കാര്യമാണെങ്കിലും ലൈഫ് സ്റ്റൈൽ തന്നെ വളരെ നല്ല രീതിയിലുള്ളതാണ്. ഒരു എന്താ പറയാ, സിഗരറ്റ്, മദ്യപാനം അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഒന്നും അവനില്ല. അത്രയും നല്ല നിസ്കാരം, കാര്യങ്ങള്, ലൈഫ് സ്റ്റൈൽ തന്നെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതാണ്. പിന്നെ ആണെങ്കിൽ നമ്മുടെ സ്വഭാവം, അതും നമ്മൾ വിട്ടു പിരിഞ്ഞതുകൊണ്ട് പറയല്ല കേട്ടോ. ഒരു ഭയങ്കര നല്ല കുട്ടിയാണത്. നല്ല കുട്ടിയാണ്, നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും വളരെ നല്ല കുട്ടിയാണ്. നിങ്ങൾ ഈ അനുകരണ കലാരംഗത്തെ കലാകാരന്മാരെ സംബന്ധിച്ച് മറ്റുള്ളവരെ നന്നായിട്ട് നിരീക്ഷിക്കുകയും അവരുടെ രീതികളൊക്കെ കണ്ടുപഠിക്കുകയും അത് അനുകരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഇന്നത്തെ ഈ ട്രോളുകളുടെയൊക്കെ ഏറ്റവും ഫസ്റ്റ് വേർഷൻ എന്ന് പറയുന്ന രീതിയിലാണ് നിങ്ങളൊക്കെ കാലഘട്ടത്തിലുണ്ടായി വന്ന കോമഡികൾ, കോമഡി കാസറ്റുകളായാലും സ്റ്റാൻഡപ്പ് കോമഡികളായാലും കോമഡി ഷോസ് ആയാലും. അപ്പോൾ പരസ്പരമുള്ള ഒരു ട്രോള് അതുണ്ടാവില്ലേ നിങ്ങൾക്കിടയിൽ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഈ ഓൺ സ്റ്റേജ് അല്ല ഓഫ് സ്റ്റേജ് തമാശകളൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടാവില്ലേ എന്നാ ചോദിക്കുന്നത്? പിന്നെ ട്രോളുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പം വളരെയധികം തമാശകൾ പറയുന്ന, ട്രോളുകൾ പറയുന്ന ആളാണ്. പ്രത്യേകിച്ചും എന്റെ മമ്മിയാണ് കൂടുതലും ട്രോൾ ആക്കാറുള്ളത്, എന്നേലും കൂടുതൽ. കാരണം മമ്മി ഭയങ്കര കോമഡി. ഞാനല്ല കോമഡി, എന്റെ മമ്മിയാണ്. അപ്പം എപ്പോഴും നവാസ് കാണുമ്പോ പറയാറുള്ളത് മമ്മിയുടെ സൗണ്ടിൽ സംസാരിക്കും. നവാസിന് പെണ്ണുങ്ങളുടെ സൗണ്ടിൽ സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതേപോലെ പാടുകയാണെങ്കിൽ തന്നെ ഒരു ഒരു പാട്ട് പാടുകയാണെങ്കിൽ ഇപ്പൊ അടുത്ത് കുടുംബസംഗമം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അമ്മയുടേത് ഉണ്ടായപ്പോ നവാസ് ഒരു പാട്ട് പാടി. അത് ഒറ്റ ഇതിൽ തന്നെ പെണ്ണും ആണുമായിട്ട് രണ്ടും കൂടിയാ, ജാനകിയും യേശുദാസും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നവാസ് പാടിയത്. അപ്പൊ നവാസിന്റെ പെണ്ണിന്റെ സൗണ്ട് നന്നായിട്ട് എടുക്കാൻ അറിയാം. അപ്പൊ എന്റെ മമ്മിയുടെ സൗണ്ടിലാണ് എന്നോട് സംസാരിക്കുക. എന്റെ ടെസ്നി എന്നും പറഞ്ഞിട്ട് സംസാരിച്ച് ഫസ്റ്റ് തന്നെ കാണുമ്പോ എപ്പോഴും അങ്ങനെയാ ചെയ്യാ. മമ്മിയുടെ കാര്യം എപ്പോഴും പറയാറുള്ളത്. അപ്പൊ മമ്മിയെ ട്രോളാക്കാറുണ്ട് എപ്പോഴും. അങ്ങനെയുള്ള ഒരാളാണ്. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം എന്ത് പറയാനാ, വേണ്ടി പ്രാർത്ഥിക്കുക, ഡ്രോ ചെയ്യുക, അത്രയേ ഉള്ളൂ. ശരി ശരി, നിങ്ങളുടെ സങ്കടം മനസ്സിലാക്കുന്നു, വേദനയിൽ പങ്കുചേരുകയാണ്. വളരെ നന്ദി ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.